ഭൂമിയിലെ ഒരുപാട് പക്ഷികളുണ്ട് അല്ലേ, ജീവികളുണ്ട്. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടാണ് ദൈവം ഓരോ കഴിവുകൾ കൊടുത്തത്. മനുഷ്യന് കൊടുത്ത പോലെ തന്നെ പക്ഷികൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത ജീവികൾക്കൊക്കെ ഓരോ കഴിവുകൾ ഒക്കെ യുണീക്കായിട്ടാണ് കൊടുത്തത്. ഒരു പക്ഷിക്കുള്ള കഴിവല്ല മറ്റേ പക്ഷിക്കുള്ള. നമ്മൾ ഈഗിളിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈഗിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ കണ്ടതെന്താ? ഏറ്റവും ഹൈറ്റിൽ പറക്കൂലേ. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെ അതിനെ ഹൈറ്റിൽ പറത്തിയെന്നറിയാമോ? അതിന് നമുക്കൊരു പാടുണ്ട്. അത് ഒരിക്കൽ പോലും ചെറിയ പക്ഷികളുമായിട്ട് മിങ്കിളായിട്ട് പറക്കില്ല. അതിനെപ്പോഴും ഹൈറ്റാണ് ഇഷ്ടം. ഹൈറ്റ് ഉണ്ടാവാനുള്ള കാരണം അത് മറ്റ് പക്ഷികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പറക്കണം താല്പര്യമുള്ളതുകൊണ്ടാണ്. മറ്റു പക്ഷികൾ എന്താ ചെയ്യുന്നത്? സാധാ പക്ഷികൾ താഴെ കൂടെ പറന്ന് അവർക്ക് കാണാനെത്തുന്ന ദൂരത്തിലുള്ള ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇതിൽ നമുക്കുള്ള പാഠം മനുഷ്യർ ഇതേപോലെ ഉയരത്തിൽ പറക്കണം. ആരിടയുന്ന ഉയരത്തിലേക്ക് പോകേണ്ടത്? നിങ്ങളുടെ മൈൻഡിനെ ഡ്രെയിൻ ചെയ്തിട്ട് പിന്നിലേക്ക് അടിക്കുന്ന ആളുകൾ അടുത്ത് നിന്ന് നമ്മൾ ഉയരത്തിലേക്ക് പറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമതൊരു പ്രത്യേകത പരുന്തിൻ്റെ എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ റേഡിയസിലുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള കഴിവാർക്കുണ്ട്. ഫോക്കസ് ചെയ്ത് ചെയ്യാനുള്ള കഴിവാർക്കുണ്ട്. ഈഗിളിനുണ്ട്. ഇതേപോലെ നമുക്കും എന്ത് ചെയ്യാൻ പറ്റണം? ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അത്രയും ദൂരത്ത് നിന്ന് നാം ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് നോക്കാൻ, അതായത് നമ്മൾ 2-3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലത്തേക്കുള്ള ചിന്തകളിലേക്ക് നമ്മളെ ചിന്തനെ കൊണ്ടുപോകാനുള്ള കഴിവാർക്ക് വേണം, മനുഷ്യന്മാർക്ക് വേണം. മൂന്നാമത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത മറ്റു പക്ഷികളിനൊക്കെയുള്ള ജീവികളിനൊക്കെയുള്ള പ്രത്യേകത പറഞ്ഞാൽ പരുന്ത് ചത്ത ഭക്ഷണം കഴിക്കുമോ? ശവം തിന്നാത്ത ജീവിയാണ് എന്ത്? പരുന്ത്. അതിലെന്താ പാടുള്ള? നമുക്ക് കഴിഞ്ഞ കാലത്ത് ആളുകൾ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളിൽ നിന്ന് നന്നായിട്ട് അത് ആസ്വദിച്ച് ജീവിച്ച് പോകുന്ന ആളുകളാവരുത് നമ്മൾ. നമുക്കുള്ള ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് ടുഡേ ഉണ്ടാക്കണം. ഇപ്പൊ പഴയ ആളുകളൊക്കെ ഉണ്ട്, പഴയ തറവാട്ടുകാരൊക്കെ അല്ലേ, അമിത് എന്തൊക്കെയോ പണ്ടത്തെ തറവാട്ടുകാരനായിരിക്കും. ഇപ്പൊ ഇന്ന് മുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഇന്നലെ ഒന്നും കിട്ടിയില്ല നമുക്ക്. പരുന്തിന് മാതിരി ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാം? ജീവനുള്ളതിനെ എടുക്കാൻ നോക്കുക. മുമ്പിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ വരുമാനം ഉണ്ടാക്കിയിട്ട് പണത്തിനോടുള്ള ഒരു സ്നേഹം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക.